എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് സജീന വ്ളോഗ്സിലെ സജീനയുടെ 2 വീഡിയോകൾ കണ്ടു. ബിഷപ്പിൻ്റെ അടുത്ത് പോയിട്ട് മാപ്പ് പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ. ആ വീഡിയോ കണ്ടപ്പോഴേക്കും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം, 1, എൻ്റെ പേര് അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. 2, ഇവരെല്ലാ വ്ളോഗേഴ്സിനെയും അടച്ചാക്ഷേപിക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് അഡ്രസ്സ് ചെയ്യാനുള്ളത്. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ രേണുവിൻ്റെയും ഈ പറയുന്ന സജീനയുടെയും ഈ വാലെ തൂങ്ങികളുണ്ടെങ്കിൽ മാറി നിൽക്കുക. നിങ്ങൾക്കുള്ള വീഡിയോ അല്ല ഇത് എൻ്റെ വീഡിയോ കാണുന്ന, എന്നെ മനസ്സിലാക്കുന്ന, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് ചിന്തിക്കുന്നവർക്കുള്ളതാണ്. ഓക്കെ, അല്ലാത്തവർ കാണണ്ട, നിങ്ങൾ വിട്ടുപോക്കോ, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് സജീനയുടെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ വീഡിയോ ഫുള്ള് കേൾപ്പിക്കത്തില്ല, എൻ്റെ പേര് പരാമർശിക്കുന്ന ഏരിയ വരെ കേൾപ്പിക്കത്തുള്ളൂ. അത് നമുക്ക് കേട്ട് നോക്കാം. നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതല്ല ഫേസ്ബുക്ക് പേജാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് വന്ന വീഡിയോ, എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് എൻ്റെ ഫ്രണ്ട്സുകൾ വെയിറ്റിങ്ങിലാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. ഒരു 3-4 ദിവസം നമ്മൾ ഫ്രണ്ട്സ് അല്ല, അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടില്ല ഇതുവരെയും. വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പോൾ വന്ന സ്ഥിതിക്ക് സംസാരിക്കാതെ പോകുന്ന മോശമല്ലേ, അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ബാക്കി ഒരാഴ്ച കൂടുതലായി ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വിവാദമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചാ വിഷയമുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനോ അതിന്റെ കറക്റ്റ് നിലവിലുള്ള പൊസിഷൻ എന്താണെന്നോ അറിയാത്തത് കൊണ്ട് മാത്രമായിരുന്നു ഞാൻ അതിനൊന്നും റിയാക്ട് ചെയ്യാതിരുന്നത്. പിന്നെ എന്നെ സ്നേഹിക്കുന്നവർ, എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലാതെ വേറെയും ഒരുപാട് ആൾക്കാർ ഞാൻ ഓർക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എന്റെ വായിൽ പിരിവെട്ടിയിരിക്കുവാണോ, അണ്ണാക്കി പിരിവെട്ടിയിരിക്കുവാണോ ചോദിച്ച് എന്നെ വായിൽ കോരിട്ട് കുത്തി ഛർദ്ദിപ്പിക്കാൻ നോക്കിയ കുറേ മഹാന്മാരും ഉണ്ട്. അപ്പൊ അതിനകത്തും നമ്മളില്ല. പിന്നെ ഈ കോലിട്ട് കുത്തി വൊമിറ്റ് ചെയ്യിക്കേണ്ട കാര്യമൊന്നുമല്ല. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വന്ന് പറഞ്ഞു വെക്കും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി. നിങ്ങൾ അന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തരുന്നതായിരിക്കും. ചിലപ്പോൾ ഇത് മാത്രമായിരിക്കത്തില്ല, ഈ 2-3 വീഡിയോ ഒരുമിച്ച് എനിക്ക് ഇടേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, ഇന്നലെ ഞങ്ങൾ ബിഷപ്പിന്റെ വീട്ടിൽ പോയിരുന്നു. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും ശ്രീതുവും കൂടി. ഓക്കെ, സജീനയും ശ്രീതുവും കൂടിയാണ് ബിഷപ്പിന്റെ വീട്ടിലേക്ക് പോയത്, നോട്ട് രേണു അവിടെ ഇപ്പോഴും ഞാൻ ഫ്ലവർ അല്ലടാ ഫയർ ആടാന്ന് പറഞ്ഞിട്ട് രേണു ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. മാപ്പ് പറയാനും ഒന്നും തയ്യാറായിട്ടില്ല. സോ ആ കേസ് സ്റ്റിൽ മൂവ് ഓൺ എന്ന ലെവലിൽ നിൽക്കുകയാണ്. അവിടെ ചെന്ന് ബിഷപ്പായിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം സംസാരിച്ചു. ഞങ്ങൾ അവിടെ പോയ വിവരവും അതിനെക്കുറിച്ച് ഒരു വീഡിയോയോ അതിൽ കണ്ടന്റ് ആക്കി ഇടേണ്ട എന്ന് തന്നെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്, സത്യസന്ധമായിട്ട് പറയുക. പക്ഷേ ഇന്നലെ രാത്രി ആയപ്പോൾ തന്നെ നമ്മൾ ബിഷപ്പിന്റെ വീട്ടിൽ പോയിരുന്നു. ബിഷപ്പിനെ കണ്ട് സോറി പറഞ്ഞു എന്നൊരു വീഡിയോ വിവിയുടെ ചാനലിൽ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് കാര്യം മനസ്സിലായി. ഇത് ഇൻഫർമേഷൻ കിട്ടിയിട്ട് അല്ലാതെ വേറെ ആരുമില്ല, നമ്മൾ 3 പേര് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ രേണുവിന്റെ ഫാമിലി അവർക്കും അറിയായിരുന്നു. അതെ, വിവിയുടെ ചാനലിൽ ഈ പറയുന്ന വീഡിയോ വന്നു. പക്ഷേ ഈ വീഡിയോ വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചില സന്തോഷങ്ങളിലാണ്, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ആ സന്തോഷത്തിന് കാരണം ഞങ്ങൾക്ക് മാനസാന്തരം വന്നു, അതുകൊണ്ട് തന്നെ ഈ ദിവസം ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല, ഞങ്ങൾക്ക് ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങൾ എന്ന് ശ്രീതു ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോഴാണ് വിവി പറഞ്ഞത് ആ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നതുപോലെയാണ് കാര്യമെന്ന് വിവി പറഞ്ഞത്. നിങ്ങൾ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ടായിരുന്നു, ഇത് ഞങ്ങൾ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം, എന്താണ് ആ സന്തോഷത്തിന് കാരണമെന്ന് പറയാം. അപ്പോൾ പിന്നെ ഈ പറഞ്ഞത് കള്ളവല്ലേ, വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് കള്ളവല്ലേ? സംശയമുണ്ടെങ്കിൽ ഞാൻ അടുത്ത എപ്പോഴെങ്കിലും നിങ്ങളുടെ വിഷയം സംസാരിക്കുമ്പോൾ ആ വീഡിയോ വെച്ച് തരാം. ഇതാണ് കോണ്ടന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ വീഡിയോയിൽ വന്ന് പറയുന്നതിനാണ് കോണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കോണ്ടന്റ് ചെയ്യാനിരുന്നിട്ട്, അല്ലെങ്കിൽ നാളെ ഞാൻ പറയാം എന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ ഞാൻ അത് വിഷയമാക്കി ഇടാൻ ഉദ്ദേശിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കള്ളമില്ലേ? പറയുന്ന കാര്യത്തിലൊന്ന് ഉറച്ചു നിൽക്ക്, നിലപാട് വേണ്ടേ? പിന്നെ മാപ്പ് പറഞ്ഞതിലൊന്നും എനിക്ക് യാതൊരു തെറ്റും ഞാൻ പറയില്ല. കാരണം നമ്മുടെ തെറ്റ് മനസ്സിലാക്കി നമ്മൾ മാപ്പ് പറയുന്നത് നല്ല കാര്യമാണ്, നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്. അത് ആരുടെ പ്രേരണയാലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം തോന്നി ചെയ്തതാണെങ്കിലും whatever, നിങ്ങൾ മാപ്പ് പറഞ്ഞത് നല്ല കാര്യമാണ്. മനസ്സിൽ തട്ടിയാണ് പറഞ്ഞതെങ്കിൽ, പക്ഷെ അങ്ങനെ മനസ്സിൽ തട്ടിയാണ് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. അതിന് കാരണം അച്ഛൻ ആവശ്യപ്പെട്ടത് മാപ്പ് പറയാൻ മാത്രമായിരുന്നില്ല. നിങ്ങൾ ബിഷപ്പിനെതിരെ ചെയ്ത വീഡിയോകൾ നിങ്ങൾ ടേക്ക് ഡൗൺ ചെയ്യണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ആണോ അല്ലയോ? ഇന്നും നിങ്ങൾ ആ വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ മാപ്പിനകത്ത് സിൻസിയാരിറ്റി ഇല്ല എന്ന് ആൾക്കാർ സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ? ഞാനിത് സത്യസന്ധമായിട്ട് ഞാൻ വളരെ കാര്യമായിട്ട് ചോദിക്കുന്നതാണ്. ഒരിക്കലും നിങ്ങളെ വിമർശിക്കാനോ നിങ്ങളെ എന്താ പറയുക താറടിച്ച് കാണിക്കാനോ ഞാൻ പറയുന്നതല്ല. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുവാണ്. ബാക്കി കേൾക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടന്റ് വിചാരിച്ചല്ല, പക്ഷെ അവിടെ നടന്ന സംഭവങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ വിവിയുടെ ചാനലിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന് രാവിലെ ബിഷപ്പോട് കോൺടാക്ട് ചെയ്തു. വിവി പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. അവർ പറയാൻ വന്ന കാര്യം ഇതാണ്, അവർ ബിഷപ്പിനെ കാണാൻ പോയി, സോറി പറഞ്ഞു, ഈ കാര്യമാണ്, അതൊരു എക്സ്ക്ലൂസീവ് സംഭവമൊന്നുമല്ല, ഇതാണ് കാര്യം എന്ന് വിവി അങ്ങ് പറഞ്ഞു. ഇതാണ് സംഭവം, അതിനകത്ത് കാര്യമൊന്നും ഇല്ല, ഇതാണ് വിവി പറഞ്ഞത്. പെർമിഷൻ എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്തത്.
ഒരു വല്ല പറയാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളെ കൂടി അറിയിക്കണമെന്ന് തോന്നി. അത്രമാത്രം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡയറക്റ്റ് ഞങ്ങൾ ഫേസ് ടു ഫേസിൽ സംസാരിച്ച കാര്യങ്ങളാണ്. അല്ലാതെ കണ്ട ബ്ലോഗർമാർ ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കുന്ന തമ്പിലോ നടന്ന കാര്യമോ പിന്നെ നടക്കാത്ത കാര്യങ്ങളോ അല്ല. നമ്മളെ ഫേസ് ടു ഫേസ് ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. വളരെ വ്യക്തമായിട്ട് എന്റെ എല്ലാ ഫ്രണ്ട്സ് മാത്രമല്ല, പെട്ടെന്ന് രേണു എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ബിഷപ്പ് എന്ന് കേൾക്കുമ്പോൾ രണ്ടു കൂട്ടരുടെ കാര്യം പറയാം. കേൾക്കുമ്പോൾ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടുന്ന ഒരു വീഡിയോ തന്നെയാണ്. ഈ വീഡിയോ 2 പാർട്ടിനുണ്ട്. ഈ 2 പാർട്ടും ഞാൻ ഇരുന്ന് കണ്ടു. ഈ 2 പാർട്ടിനകത്തും ഈ വ്യക്തത എന്ന് പറയുന്ന കാര്യം എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അച്ഛൻ കേസ് കൊടുക്കാനുണ്ടായ കാരണം പറയുന്നുണ്ട്. എന്ത് കാരണത്താലാണ്? നിങ്ങൾ 2 കൂട്ടരും, അതിപ്പോൾ രേണു ആയിക്കോട്ടെ ഇവരായിക്കോട്ടെ, നിങ്ങൾ 2 കൂട്ടരും അച്ഛനെതിരെ പല വാക്കുകളും പല തംബ്നെയിലുകളും നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് തന്നെ നിങ്ങൾ ഇവിടെ തംബ്നെയിലിട്ട ആൾക്കാരെയൊക്കെ പറയുന്നുണ്ട്, വ്ളോഗർമാരെ എല്ലാവരെയും ആക്ഷേപിക്കുന്നുണ്ട്. നിങ്ങൾ അച്ഛനെ കുറിച്ചിട്ട് തംബ്നെയിൽ എന്തായിരുന്നു? 1-2 തംബ്നെയിൽ നിങ്ങൾ ഇട്ടിട്ടുണ്ട് വളരെ മോശമായിട്ട്. ഞാൻ അതൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇനിയും ആ കാര്യം വലിച്ച് ഇതിനകത്ത് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് കാണിച്ച് എന്താ പറയുക, അത് പബ്ലിക്കിലേക്ക് കാണിച്ച് ഒരു ചർച്ചയാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ നിങ്ങളിട്ട തംബ്നെയിൽ അതും മിസ്ലീഡിംഗ് അല്ലായിരുന്നോ? നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത സമയത്ത് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് വായിച്ച് കേൾപ്പിച്ചു. വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുള്ള കമൻ്റ് ആയിരുന്നു അത്. അതൊക്കെ ചേർത്താണ് അച്ഛൻ കംപ്ലയിൻറ്റ് കൊടുത്തത്. രേണുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രേണു അച്ഛനെ വിളിച്ച വാക്കുകൾ ഇപ്പോഴും രേണു അച്ഛനെ കളിയാക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുൻപും ഒരു വാക്ക് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് അച്ഛൻ കംപ്ലയിൻറ്റ് കൊടുത്തത്. ആ കാര്യം നിങ്ങൾ സംസാരിച്ചു. ഇതാണ് മെയിൻ റീസൺ ആണല്ലോ. ബാക്കിയൊക്കെ വിവി ഇന്നലെ പറഞ്ഞതിനകത്ത് ഒരുപാട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിനകത്ത് പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം തെറ്റുണ്ട്. ബിഷപ്പായിട്ട് ഞങ്ങൾ 1.5 മണിക്കൂർ സംസാരിച്ചെങ്കിൽ പോലും അച്ഛോ എന്റെ കേസ് പിൻവലിക്കണേ, ആ കേസിൽ നിന്ന് എന്നെ ഊരിത്തരണേ എന്ന് പറഞ്ഞ് ഞാൻ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ബിഷപ്പിനെ കാണാൻ പോയത്. ഓക്കെ, അപ്പൊ അങ്ങനെ എനിക്ക് ആ കേസ് വേണ്ട എന്നുണ്ടെങ്കിൽ ആ കേസ് കൊടുത്ത അന്ന് തന്നെ എനിക്കത് വിഡ്രോ ചെയ്ത് ഒത്തുതീർപ്പിലാക്കി വരാമായിരുന്നു. അന്ന് ഈ വിഷയം ഇത്രയും വലിയ സംഭവമാണെന്ന് നിങ്ങൾ വിചാരിച്ചില്ല. അതായത് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുമെന്നോ, ഈ കേസിൻ്റെ വഴിക്ക് പോയി കഴിഞ്ഞാൽ 20 lakhs എന്തോ ആണ് അച്ഛൻ കേസ് ഫയൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന എമൗണ്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ അത് കോംപ്രമൈസിന് വേണ്ടി തയ്യാറായത്. അതും നിങ്ങളോട് മറ്റൊരു വ്യക്തി, ഞാൻ ആ വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല, മറ്റൊരു വ്യക്തി നിങ്ങളോട് ഇക്കാര്യം സംസാരിച്ചതിൻ്റെ പേരിൽ പോയി അത് സോൾവ് ചെയ്യൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ. പക്ഷേ സോൾവ് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ ആ വിഷയം കംപ്ലീറ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് അല്ലേ? അച്ഛൻ്റെ അടുത്ത് പോയിട്ട് സോറി പറയുക, ഒപ്പം ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യുക, അതിനു വേണ്ടിയാണ് നിങ്ങളോട് സംസാരിച്ചത്. പക്ഷേ നിങ്ങളവിടെ പോയിട്ട് മാപ്പും പറഞ്ഞ് ഇറങ്ങി വന്നു. അച്ഛനോട് സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ ക്ഷമിച്ചു. ഇതിനകത്തുനിന്ന് കളിച്ച മറ്റൊരു നാരദനുണ്ട്, നാരദൻ ചാനലുണ്ട്, മെയിൻ സ്ട്രീം 1 ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. മെയിൻ സ്ട്രീം 1 എന്നാണ് അവരുടെ മെയിൻ ചാനലിൻ്റെ പേര്, മെയിൻ സ്ട്രീം 1 ലൈറ്റ് എന്നാണ് അവരുടെ സബ് ചാനലിൻ്റെ പേര്. ഈ സബ് ചാനലിൽ അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നാരദൻ കളിയാണ്. ഇന്ന് രേണുവിൻ്റെ ഒരു വീഡിയോ ഇടും, അതിനകത്ത് അച്ഛനെ കുറ്റം പറയുന്ന വീഡിയോ ആയിരിക്കും. ഇത് പണ്ട് 7 മാസം മുൻപ് എടുത്തു വെച്ച വീഡിയോസാണ്. അച്ഛൻ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട്, എനിക്ക് ഒരു 5-6 മാസമായിട്ട് അച്ഛൻ ഒരു വീഡിയോയും ഒരു യൂട്യൂബർക്കും അല്ലെങ്കിൽ ഒരു ചാനലിനും കൊടുക്കുന്നില്ല. അത് റിയാക്ഷൻ വ്ളോഗേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് മെയിൻ സ്ട്രീം ചാനലായിക്കോട്ടെ, ഒരാൾക്കും കൊടുക്കുന്നില്ല. ആ അച്ഛൻ്റെ 7 മാസം കൊടുത്ത വീഡിയോ, 7 മാസം മുൻപ് കൊടുത്ത വീഡിയോ എടുത്തിട്ട് അതിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ട് 5 മിനിറ്റ് 6 മിനിറ്റ് 7 മിനിറ്റ് എന്ന ലെവലിൽ അച്ഛൻ്റെ മാത്രമല്ല രേണുവിൻ്റെയും ഒരുതരം നാരദൻ കളി, അതാണ് ഈ മെയിൻ സ്ട്രീം 1 ലൈറ്റ് എന്ന് പറഞ്ഞ ചാനൽ കാണിക്കുന്ന തന്തയില്ലായ്ക. ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ഇങ്ങനൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല, ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. കാരണം അമ്മ അതിൽ തെണ്ടിത്തരാണ് അവർ കാണിക്കുന്നത്. ഇന്ന് അച്ഛൻ്റെ ഒരു വീഡിയോ ഇടും, ആ വീഡിയോയിൽ അച്ഛൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. നാളെ രേണു അച്ഛനെ ചീത്ത പറയുന്ന വീഡിയോ ആയിരിക്കും ഇടുന്നത്. അടുത്ത ദിവസം അച്ഛൻ രേണുവിനെ ചീത്ത പറയുന്ന വീഡിയോ ആയിരിക്കും ഇടുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കാൻ വേണ്ടി, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്, നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതിൽ ആ ചാനലിൻ്റെ ഓണർ അച്ഛനെ വിളിച്ച് സംസാരിച്ച കാര്യം എന്താ നിങ്ങൾക്ക് അറിയോ? അച്ഛോ ഞങ്ങൾക്ക് ഇതെല്ലാം കോണ്ടന്റ് ആണ്, ഞങ്ങളും 10 പൈസ ഉണ്ടാക്കട്ടെ, ഇതാണ് സംസാരിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ചാനലിൻ്റെ തെണ്ടിത്തരം എന്താണെന്നുള്ളത്. ആ മനുഷ്യനെ ഇത്രമാത്രം വലിച്ചുകളായിട്ട് കൊടുത്തത് ഞങ്ങൾ വ്ളോഗേഴ്സ് അല്ല, ഞങ്ങൾ റിയാക്ഷൻ വ്ളോഗേഴ്സ് അല്ല, ഈ ചാനലാണ്, ഈ ഒറ്റ ചാനലാണ്. അവിടെയും സജീന പറയുന്നതാണ് വ്ളോഗേഴ്സാണ് തെറ്റുകാർ, വ്ളോഗേഴ്സാണ് തെറ്റ്. അതൊക്കെ വരുന്നുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. ബാക്കിയേക്കാം. ഞാൻ ചെയ്തില്ല. അപ്പോൾ നിങ്ങളെ ഈ വിധി പറഞ്ഞത് അതിനൊരു തെറ്റുണ്ട് കേട്ടോ. പക്ഷെ ബാക്കിയെല്ലാം വിധി പറഞ്ഞത് സത്യസന്ധമായുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബിഷപ്പിന്റെ ഒരു വിവരം ആദ്യം അറിയുന്നത് വിവിയുടെ ചാനലിൽ കൂടി ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, വിധി പറയുന്നതിൽ സത്യമുണ്ട്, കാര്യമുണ്ട് എന്ന്. ഈ വിവരം ആദ്യം അറിയുന്നത് വിവിയുടെ ചാനലിലൂടെ ആണെങ്കിൽ അത് കാര്യമുണ്ട്, സത്യമുണ്ട്. നിങ്ങൾ പറഞ്ഞു വരുന്നത് അച്ഛൻ വിവിയെ വിളിച്ച് അറിയിച്ചു എന്നതായിരിക്കുമല്ലോ. അച്ഛൻ്റെ കൂടെ നിൽക്കാനുള്ള കാരണം ആ മനുഷ്യൻ്റെ മഹത്വം മനസ്സിലാക്കിയതുകൊണ്ടാണ്. ആ മനുഷ്യൻ എന്താണ്, ആ മനുഷ്യൻ എന്തുമാത്രം നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത്. ഇനി അദ്ദേഹത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് പറയാനാണെങ്കിൽ അത് പറഞ്ഞോ, ഒരു പ്രശ്നമില്ല, ഒരു നാണക്കേടുമില്ല, ഒരു അഭിമാനക്കുറവുമില്ല. അതിന് അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം ആ മനുഷ്യൻ അത്രമാത്രം മഹത്വമുള്ളൊരു മനുഷ്യനാണ്, അതിന് ഒരു സംശയവും വേണ്ട. സജീന തന്നെ ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികൾ. വിവി പറയാനുള്ള കാരണം നിങ്ങൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ സന്തോഷം, ഞങ്ങൾ മാനസാന്തരപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. സംഭവിച്ച തെറ്റിൽ മാനസാന്തരപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ അവിടേക്ക് പറഞ്ഞു വിട്ട വ്യക്തിയെ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞു നിങ്ങൾ അവിടെ പോയി മാപ്പ് പറഞ്ഞ കാര്യം. അതുകൊണ്ട് വിവി പറഞ്ഞു. വിവി വന്ന്
ഇത് റിവീൽ ചെയ്തു. ബാക്കി പറ. റിവ്യൂ മാത്രമല്ല, വേറെ 2 ചാനലും കൂടെ ഞാൻ പേര് പറയാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് പിന്നെ ദേവിന്റെ ചാനലും ഷെഫീനത്ത പിന്നെ അതൊരു മുതൽ അതിനൊന്നും പ്രത്യേകിച്ച് ഒന്നും പിടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മളെ നല്ലത് പറയുന്നുണ്ട്, ആ പറഞ്ഞ രീതിയിൽ അവർ ചീത്ത വിളിക്കുന്ന ആളാണത്, അത് വേറെ കാര്യം. പക്ഷെ പറയുന്നതിൽ കുറച്ച് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാനോ ഒരു 3-4 ദിവസം മുൻപല്ല, 4-5 ദിവസം മുമ്പല്ല, ഒരാഴ്ച മുമ്പ് നിങ്ങൾ എന്നെ വിളിച്ച കുറച്ച് വാക്കുകളുണ്ടായിരുന്നു, പേരുകളുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? മണ്ടൻ, പൊട്ടൻ, മരപ്പൊട്ടൻ അല്ലേ? ഞാൻ അതൊക്കെ തന്നെയാണ് ഇപ്പോഴും, ഒരു മാറ്റവും വന്നിട്ടില്ല. അന്നത്തെ മരപ്പൊട്ടനും മണ്ടനും പൊട്ടനൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും. ദയവേത് എനിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ തരരുത്, എനിക്കത് നാണക്കേടാണ്. സത്യമായിട്ട് പറയാം, എനിക്കത് നാണക്കേടാണ്. നിങ്ങൾ എനിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തരരുത്, എനിക്ക് താല്പര്യമില്ല. ഓക്കെ, ഈ ഗുഡ് സർട്ടിഫിക്കറ്റ്, ഈ 3 പേരുടെ പേര് നിങ്ങൾ എടുത്തു പറയാനുള്ള കാരണം ഞാൻ ഇച്ചിരി കഴിഞ്ഞ് പറയാം. ബാക്കി കേൾക്കാം. പിന്നെ വേറെ കുറെ കഴുകന്മാരുണ്ട്, മനസ്സിലായ? വേറെ കുറെ കഴുകന്മാർ. കഴുകന്റെ പ്രശ്നം എന്താണ്? ശവം. ഇവിടം വരെ ഞാൻ ഈ വീഡിയോ വെക്കുന്നുള്ളൂ. ഈ വാക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ബാക്കിയോടെ പ്ലേ ചെയ്തത്. നിങ്ങൾ പറയുന്ന കാര്യം ഈ 3 പേരൊഴികെ ബാക്കിയുള്ള കഴുകന്മാർ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ശരിക്കും ഈ 3 പേരെയും, ഇപ്പോൾ ഷഫീനേച്ചി ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, വിവി ആയിക്കോട്ടെ, ഈ 3 പേരെയും മറ്റ് വ്ളോഗേഴ്സിന് മുന്നിൽ ഇവരങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. സീരിയസ്ലി ഞാൻ പറഞ്ഞതാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ പോലെ തന്നെ ഞങ്ങൾ അറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അച്ഛന് വേണ്ടി സംസാരിച്ചത് എന്തിനാണെന്ന് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു. ഈ മറ്റു വ്ളോഗേഴ്സും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവർ ഈ കഴുകന്മാരെന്ന് പറഞ്ഞാൽ മറ്റു വ്ളോഗേഴ്സും അത് തന്നെയാണ് ചെയ്തത്. അവരും സംസാരിച്ചത് ഇവരെ ഒപ്പോസ് ചെയ്ത് തന്നെയാണ്. ഓക്കെ, അപ്പം ഞങ്ങളുടെ പേര് മാത്രം എടുത്തു പറയാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഈ മറ്റു വ്ളോഗേഴ്സിന് തോന്നണം, ഇപ്പോൾ അവരെല്ലാവരും ഒന്നായി, നമ്മൾ പൊട്ടന്മാരായി എന്ന് തോന്നണം. ആ തോന്നിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ 3 പേരുകൾ ഇവർ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ കഴുകന്മാർ ആരൊക്കെയാണെന്ന് നിങ്ങൾ തുറന്നു പറയുമായിരുന്നു, എല്ലാവരും അടച്ചാക്ഷേപിക്കില്ലായിരുന്നു. നിങ്ങൾ എന്താ തുറന്നു പറയാത്തത്? എനിക്ക് നിങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഞാനൊരു നല്ല വ്ളോഗർ അല്ല, ഞാനും ഈ കഴുകന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ്. അത് പറയാൻ എനിക്ക് ഒരു നാണക്കേടുമില്ല. ഓക്കെ, ഇനി വിവിയുടെ കാര്യം വിവി പറയുമായിരിക്കും, ഷഫീനേച്ചിയുടെ കാര്യം ഷഫീനേച്ചി പറയുമായിരിക്കും. എൻ്റെ കാര്യം ഞാനിപ്പോൾ പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, അതെനിക്ക് തരരുത്. കാരണം നിങ്ങളിപ്പോൾ ഒരാൾ ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നാൽ അതെനിക്ക് നാണക്കേടാണ്. ഞാനൊരു നല്ല മനുഷ്യനല്ല, ഞാനൊരു നല്ല വ്യക്തിയല്ല, ഞാനൊരു നല്ല വ്ളോഗറും അല്ല. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, എൻ്റെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വന്നിട്ട് എനിക്ക് ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് നിങ്ങൾ പറയരുത്. കാരണം ഒരാഴ്ച മുന്നേ നിങ്ങൾ പറഞ്ഞേ ഉള്ളൂ ഞാൻ പൊട്ടനാണ്, മണ്ടനാണ്, മരപ്പൊട്ടനാണ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ വന്നിട്ട് അവൻ പറയുന്നത് ശരിയാണ്, നല്ലതാണ് എന്ന് പറയരുത്. എനിക്കിഷ്ടമല്ലത്. ഓക്കെ, അതങ്ങ് പിൻവലിച്ചേക്ക്, താല്പര്യമില്ല, അതുകൊണ്ടാണ്. പിന്നെ ബാക്കി ഞാൻ വീഡിയോ വയ്ക്കുന്നില്ല. നിങ്ങൾ ബാക്കി പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ബാക്കിയുള്ള വ്ളോഗേഴ്സാണ് നിങ്ങളെ തമ്മിലടിപ്പിക്കുന്നത്, ഈ പറയുന്ന എന്താ പറയുക കോണ്ടൻറ്റുകൾ ഉണ്ടാക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ രേണുവിൻ്റെ പുറകെ നിങ്ങൾ ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, രേണുവിൻ്റെ പുറകെ മൈക്കും പിടിച്ചിടന്ന കുറേ ആൾക്കാർ, ഇവരെ എന്താ രേണുവോ നിങ്ങളോ കുറ്റം പറയാത്തത്? എൻ്റെ ഒരു ചോദ്യമാണ്. ഈ മൈക്കും പിടിച്ച് നടന്നിട്ട് തോന്നിവാസ ചോദ്യങ്ങൾ ചോദിക്കുന്ന, ഈ എയർപോർട്ടിൽ വെച്ചിട്ട് രേണു ഫ്ലൈറ്റിനകത്ത് ടോയ്ലറ്റിൽ പോവോ, ടോയ്ലറ്റ് ഉപയോഗിക്കുമോ എന്ന ചോദ്യം റെലവൻറ്റ് ചോദ്യമാണോ? ഈ സമൂഹത്തിന് ആ ചോദ്യം കൊണ്ട് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? രേണു മദ്യപിക്കോ, രേണുവിൻ്റെ ബ്രാൻഡ് ഏതാണ്, ഈ ചോദ്യം കൊണ്ട് സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ചാനലുകളെക്കുറിച്ചോ അല്ലെങ്കിൽ അത് ചോദിക്കുന്ന വ്യക്തികളെക്കുറിച്ചോ നിങ്ങൾ സജീനയോ അല്ലെങ്കിൽ രേണുവോ ഇന്ന് വരെ മോശം പറഞ്ഞിട്ടുണ്ടോ? ഇനി രേണുവിന് ആ ചോദ്യം ചോദിക്കുന്ന ആ വ്യക്തിയോട് പറയാം, എനിക്ക് താല്പര്യമില്ല ആ ചോദ്യം ഉത്തരം പറയാൻ. രേണു തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരു വലിയ സെലിബ്രിറ്റിയാണ് എന്ന് പറയുന്നുണ്ട്. ഏത് സെലിബ്രിറ്റിയാണ് ഇമാതിരി ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞവിടെ നിൽക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് സിനിമാ നടിമാരും സിനിമാ നടന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. ഏത് സെലിബ്രിറ്റിയാണ്, അല്ലെങ്കിൽ മറ്റ് മേഖലയിൽ നിൽക്കുന്ന സെലിബ്രിറ്റീസ്, ഏത് സെലിബ്രിറ്റിയാണ് തോന്നിവാസ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞതാ. അത്തരം ചാനലുകളെക്കുറിച്ച് നിങ്ങളെന്താ മോശം പറയാത്തത്? അപ്പോൾ അങ്ങനെയുള്ള ചാനലുകളിൽ വരുന്ന രേണു പറയുന്ന വീഡിയോകൾ, രേണു പറയുന്ന കാര്യങ്ങൾ, അത് മദ്യപാനത്തിൻ്റെ കാര്യമായിക്കോട്ടെ, അതല്ലെങ്കിൽ ഈ പറയുന്ന ടോയ്ലറ്റിൽ പോകുന്ന കാര്യമായിക്കോട്ടെ, അതും അല്ലെങ്കിൽ രേണുവിൻ്റെ കല്യാണ വിഷയമായിക്കോട്ടെ, ഇതൊന്നും സൊസൈറ്റിക്ക് അറിയേണ്ട കാര്യങ്ങളേ അല്ല. അത്തരം വിഷയങ്ങൾ രേണുവിനോട് ചോദിച്ചിട്ട് രേണു അതിന് മറുപടി പറയുമ്പോൾ അതെടുത്ത് വെച്ച് സംസാരിക്കുന്നവർ മോശക്കാർ. അതായത് തോന്നിവാസങ്ങളെല്ലാം നിങ്ങൾക്ക് പറയാം, നിങ്ങൾ ഇൻ ദ സെൻസ് രേണുവിൻ്റെ കൂട്ടുകാരും, തോന്നിവാസങ്ങളെല്ലാം നിങ്ങൾക്ക് പറയാം, പക്ഷേ അത് ഞങ്ങൾ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ചോദിക്കും നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ സംസാരിച്ചോ? അതെ, ഞങ്ങളുടെയൊക്കെ വീടുകളിലാണ് ഈ സാധനം വരുന്നത്. എങ്ങനെ? രേണുവിൻ്റെ ചാനലിലാണ് രേണു ഇത് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ സജീന വ്ളോഗ്സിലാണ് രേണു ഇത് പറയുന്നതെങ്കിൽ ഈ 2 ചാനൽ ഞങ്ങൾക്ക് ബ്ലോക്ക് ചെയ്താൽ മതി. പക്ഷേ രേണു ഇത് പറയുന്നത് മറ്റ് ചാനലുകളിലാണ്. എത്ര ചാനൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും? പറഞ്ഞതാ, എത്ര ചാനൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും? ഒരെണ്ണം ബ്ലോക്ക് ചെയ്യുമ്പോഴേക്കും വേറൊരു ചാനലിൽ വരും, അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ അടുത്ത ചാനലിൽ വരും, കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വരികയാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ എടുത്ത് വെച്ച് സംസാരിക്കും. ആസ് എ റിയാക്ഷൻ വ്ളോഗർ ഞങ്ങൾക്ക് അത് കോണ്ടൻറ്റ് തന്നെയാണ്, ഞങ്ങൾ സംസാരിച്ചിരിക്കും. അതിനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും സംസാരിച്ചിരിക്കും.
ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് കൂട്ടുകാരോട് പറയുക, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ പറയുന്ന പബ്ലിക്കിനോട് പറയരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പബ്ലിക്കിനോട് പറയരുത്. ചാനൽ വന്ന് ചോദിക്കുമ്പോൾ നിനക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണെങ്കിൽ മാത്രം നീ പറഞ്ഞാൽ മതി. നിനക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നീ പുറത്ത് പറയരുത്, നീ ചാനലിനോട് പറയരുത് എന്ന് കൂട്ടുകാരിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ചെയ്യുന്ന കാര്യം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കും, അല്ലെങ്കിൽ പറഞ്ഞ് വിലക്കാൻ നോക്കും. എന്നോട് തിരിച്ചും അങ്ങനെയാണ്. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ പറഞ്ഞ് തിരുത്തും. ഈ അച്ഛനോട് സോറി പറഞ്ഞിട്ട് അന്ന് രാത്രി നിങ്ങൾ ലൈവ് പോയി. ആ ലൈവിനകത്ത് ഏതോ ഒരുത്തൻ വന്നിട്ട് ഒരു മോശം കമൻറ്റ് ചെയ്തു, വളരെ മോശം കമൻറ്റ്. ആ കമൻറ്റിന് രേണു അതിലും വൃത്തിയായിട്ട ലെവലിൽ മറുപടി കൊടുത്തു. നിങ്ങളവിടെ അത് കേട്ട് അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ തീർന്നു നിങ്ങളുടെ വില എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് വിലയിടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ പറയാൻ ഞാൻ ആളല്ല, പക്ഷേ കാണുന്നവരുടെ മുന്നിൽ നിങ്ങളുടെ വാല്യൂ അവിടെ തീർന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലാവും. നിങ്ങളിത് എങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ വിചാരം ഞങ്ങളെല്ലാം നിങ്ങളെ വിമർശിച്ച് നിങ്ങളെ അടച്ചാക്ഷേപിക്കണം, അതൊന്നുമല്ല. നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ഒന്ന് ചൂണ്ടിക്കാണിക്കുവാണ്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? ഞങ്ങളെല്ലാവരും റിയാക്ഷൻ വ്ളോഗേഴ്സല്ല, നിങ്ങളുടെ ശത്രുക്കളാണ്. അങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊന്നും തിരുത്താൻ പറ്റാത്തത്. നിങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് ശരി. അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ പോയിട്ട് സോറി പറയേണ്ടി വന്നത്. മനസ്സിലായോ? ആ സോറി കൊണ്ട് അത് അവസാനിക്കുന്നില്ല. കാരണം നിങ്ങൾ ആ വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല. എന്നിട്ട് രേണു ഇതുവരെയും പോയിട്ടൊരു സോറി പറഞ്ഞിട്ടില്ല. തൊട്ടപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ വീട്, അല്ലേ? അവിടെ പോയിട്ട് സോറി പറയാൻ എത്ര സമയം? സോറി വേണ്ട അച്ചോ, ഇങ്ങനെ സംഭവിച്ചു പോയി, ക്ഷമിക്കണം, ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാൻ എത്ര സമയം വേണം? എന്തേ അത് ചെയ്യുന്നില്ല? അപ്പോൾ അഹങ്കാരം, ഇപ്പം എന്തോ വലിയൊരു സംഭവമായിരുന്നുള്ള അഹങ്കാരം, ഇതൊന്നും അവസാനിക്കാൻ അധികം സമയം വേണ്ട. മനുഷ്യൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. അത് മനസ്സിലാക്കി അദ്ദേഹം ഇപ്പോഴും ക്ഷമിക്കാൻ തയ്യാറാണ്. അതുപോലും മനസ്സിലാക്കാതെ അദ്ദേഹം ഒരു കാര്യത്തിനും അദ്ദേഹം ഒരു ചാനലിൻ്റെ മുന്നിൽ വരുന്നില്ല, എവിടെ ഇരുന്ന് സംസാരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ടും കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിനെ കുറിച്ച് മോശമായിട്ട് കളിയാക്കുകയാണ്. നിങ്ങൾക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾ കൂട്ടുകാരിയാണെന്നല്ലോ പറയുന്നത്, പക്ഷെ നിങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് നിങ്ങൾ ചിരിക്കുകയാണ്. അവർ ചെയ്യുന്ന തെറ്റിനെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിനാണ് ഞങ്ങൾക്ക് അമർഷമുള്ളത്. ഓക്കെ, അത് ഇനിയും സംസാരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട്, ഞാൻ അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. അതിനകത്ത് വെറുതെ ഇങ്ങനെ പറയുകയാണ് കാര്യങ്ങൾ. എല്ലാം വ്ളോഗേഴ്സിൻ്റെ മണ്ടക്കിടുകയാണ്. വ്ളോഗേഴ്സ് കാരണമാണ്. അച്ഛൻ പറഞ്ഞത് വ്ളോഗേഴ്സിനല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കേട്ടതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. അച്ഛൻ പറഞ്ഞത് വ്ളോഗേഴ്സിനെ കുറ്റപ്പെടുത്തിയല്ല സംസാരിച്ചത്. അച്ഛൻ പറഞ്ഞത് ഈ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞ ചാനലിനെയും അതിലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോകളെ കുറിച്ചാണ്. ഓക്കെ, ഒരു വ്ളോഗേഴ്സിനെയും അച്ഛൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരു വ്ളോഗേഴ്സും അച്ഛനെക്കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല. അച്ഛനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് എല്ലാ റിയാക്ഷൻ വ്ളോഗേഴ്സും വീഡിയോ ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? പക്ഷെ നിങ്ങൾ ഇപ്പോൾ വന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അച്ഛൻ റിയാക്ഷൻ വ്ളോഗേഴ്സിനെതിരെ സംസാരിക്കുന്നു. റിയാക്ഷൻ വ്ളോഗേഴ്സ് കാരണമാണ്, അല്ലെങ്കിൽ വ്ളോഗേഴ്സ് കാരണമാണ് അച്ഛന് ഈ അവസ്ഥ വന്നത്. വ്ളോഗേഴ്സ് കാരണമല്ല അച്ഛന് ഈ അവസ്ഥ വന്നത്. അച്ഛന് ഈ അവസ്ഥ വരാൻ കാരണം ഈ പറയുന്ന പർട്ടിക്കുലർ ചാനലാണ്. മെയിൻ സ്ട്രീം വൺ എന്ന് പറയുന്ന ആ ചാനലാണ്. നിങ്ങളുടെ രേണുവിൻ്റെ കൂടെ ആ ചാനലുണ്ടല്ലോ എപ്പോഴും, ഇല്ലേ? രേണു എവിടെ പോയാലും ആ മെയിൻ സ്ട്രീം വൺ ചാനലും അതിൽ ആങ്കറായ ആമിനയും ഉണ്ട്. എന്തേ നിങ്ങൾ അച്ഛനോട് ഇത്രയും സ്നേഹമുള്ള നിങ്ങൾക്ക്, അച്ഛാ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ വാങ്ങിച്ചില്ല, അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു തരാം, അച്ഛൻ അവർക്ക് ഒരു നോട്ടീസ് അയക്കുക, എന്തേ പറയുന്നില്ല? അപ്പോൾ അത് നിങ്ങളെയൊക്കെ ബാധിക്കും, അല്ലേ? കാരണം നിങ്ങൾക്ക് അയാളാണ് കമൻ്റ് അയച്ചു തരുന്നത് നിങ്ങൾ അച്ഛനെതിരെ വായിക്കാൻ വേണ്ടി. അമ്മാതിരി തോന്നിവാസം കാണിക്കുന്ന ചാനലാണത്. ആ ചാനലാണ് രേണുവിൻ്റെ കൂടെ നടക്കുന്നത്. രേണുവിൻ്റെ ഏത് വിദേശ യാത്ര കഴിഞ്ഞ് വന്നാലും ഒരു ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ രേണുവിൻ്റെ എന്ത് സ്പെഷ്യൽ സംഭവം വന്നാലും ഒരു ഇൻ്റർവ്യൂ, എന്നിട്ട് അതിനെ അപ്പപ്പായിട്ട് പുറത്തു വിടുക, അവർക്ക് വേണ്ട ലെവലിലേക്ക് ആക്കിയിട്ട്. ആ ചാനലാണ് അച്ഛൻ എന്ത് ചെയ്തത്? ഇത്രയും മോശക്കാരനായിട്ട് മാറ്റിയത്. ആ ചാനലിനെ കുറിച്ചാണ് അച്ഛൻ സംസാരിച്ചത്. പക്ഷേ നിങ്ങളത് നിങ്ങളുടെ ചാനലിൽ വന്ന് സംസാരിച്ചപ്പോൾ വ്ളോഗേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് മാറി. അച്ഛൻ വ്ളോഗേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചു എന്ന ലെവലിലേക്ക് വരുത്തി തീർക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അച്ഛനോട് മാപ്പ് പറയേണ്ട കാര്യമാണ് നിങ്ങൾക്ക് പബ്ലിക്കിലേക്ക് അറിയിക്കേണ്ടതായിരുന്നെങ്കിൽ അത് മാത്രം നിങ്ങൾ പറഞ്ഞിട്ട് പോകുമായിരുന്നു. പക്ഷേ നിങ്ങളിത് ഘട്ടം ഘട്ടമായിട്ട് ഓരോ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ നിങ്ങളൊന്ന് പറയും ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, അതുപോലെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് എന്ന് പറയുമായിരിക്കും. എനിക്കൊന്നുമില്ല. ഓക്കെ, എനിക്ക് വേണ്ടത് നിങ്ങൾ എന്നെക്കുറിച്ച് നല്ലത് പറയരുത്. ഞാൻ നല്ലൊരു വ്യക്തിയല്ല. എൻ്റെ ചാനലിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് നല്ലതായിരിക്കില്ല. ഓക്കെ, അതെനിക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ട് ദേഷ്യം ഉണ്ടായിട്ടല്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ പോയി സോറി പറഞ്ഞത് നല്ല കാര്യമാണ്. പക്ഷേ ആ സോറിയിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്തിട്ട് അച്ഛനെ വിളിച്ച് പറയും, അച്ഛോ ഞാൻ വീഡിയോകൾ കളഞ്ഞിട്ടുണ്ട്, ഇനി അച്ഛൻ ആ കേസ് ഒന്ന് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടും. അതാണ് അന്തസ്സുള്ളവർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അന്തസ്സുള്ളവർ അതാണ് ചെയ്യുന്നത്. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. രേണു ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലവർ അല്ലട ഫയറാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ എന്തായാലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.